നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ വിവരങ്ങൾ അറിയാൻ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ആരാധകർ. അദ്ദേഹത്തിന് കോപ്പ അമേരിക്ക കളിക്കാൻ കഴിഞ്ഞേക്കില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. അത്തരം ആശങ്കകൾ നിലനിൽക്കുന്നു. ഇപ്പോൾ ഏതായാലും പ്രതീക്ഷകൾ നൽകുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നെയ്മർ ജൂനിയർ അതിവേഗം സുഖം പ്രാപിക്കുന്നു. അദ്ദേഹം തൻ്റെ റിക്കവറി സമയത്തിൻ്റെ സെക്കൻഡ് ഫേസിലേക്ക് കടന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളും സൂചനകളുമൊക്കെ. ഏതായാലും കഴിഞ്ഞ ദിവസം നെയ്മർ ജൂനിയർ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവച്ചിട്ടുള്ള ആ വീഡിയോ ഒക്കെ ഏതായാലും അദ്ദേഹം വളരെ പെട്ടെന്ന് കളിക്കളത്തിലേക്ക് തിരികെ എത്താനുള്ള ശ്രമങ്ങളിലാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. നെയ്മർ ജൂനിയറുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 മാസക്കാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും മിനിമം എന്നുള്ളതായിരുന്നല്ലോ അന്നത്തെ വാർത്തകളൊക്കെ. ബ്രസീലിയൻ ഫുട്ബോൾ ടീമിൻ്റെ ഡോക്ടറായിട്ടുള്ള റോഡ്രിഗോ ലാസ്മർ വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി, ഓഗസ്റ്റ് മാസമാകുമ്പോഴേക്കും മാത്രമേ നെയ്മർ ജൂനിയർക്ക് റെഡിയാവാൻ കഴിയുകയുള്ളൂ. അതിനു മുമ്പ് തിരികെ എത്തുക എന്നുള്ളത് അത്ര നല്ല കാര്യമല്ല, റിസ്കി ആയിരിക്കും എന്ന് തന്നെ റോഡ്രിഗോ ലാസ്മർ പറഞ്ഞിരുന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കോപ്പ അമേരിക്ക കളിക്കാൻ കഴിയില്ല. ഇതാണ് നെയ്മർ കോപ്പ അമേരിക്കയ്ക്ക് ഉണ്ടാവില്ല എന്ന വാർത്തകളൊക്കെ പ്രചരിക്കാനുള്ള കാരണം. റോഡ്രിഗോ ലാസ്മർ തന്നെ പറഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ അതിനുശേഷം നെയ്മർ അതിവേഗത്തിൽ സുഖം പ്രാപിക്കുന്നു, വളരെ വേഗത്തിൽ അദ്ദേഹം റിക്കവർ ചെയ്തു വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ഒരു പക്ഷേ കോപ്പ അമേരിക്കയിൽ നെയ്മർ ജൂനിയർ കളിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. അദ്ദേഹം തൻ്റെ റിക്കവറി സ്റ്റേജിൻ്റെ സെക്കൻഡ് ഫേസിലേക്ക് കടന്നു എന്നുള്ള സൂചനകൾ വരുമ്പോൾ ആരാധകർക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.